Hi all, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം EC404 വയർലെസ് നെറ്റ്വർക്കിൻ്റെ പാർട്ട് 4 ആണ്. ഇത് KTU സിലബസിൽ മൊഡ്യൂൾ 6 ഒരു ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ഓൾറെഡി പാർട്ട് 1 മുതൽ പാർട്ട് 3 വരെ കംപ്ലീറ്റ് ചെയ്തു. ബേസിക്കലി നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, വയർലെസ് നെറ്റ്വർക്കിംഗ്, അതിൻ്റെ എവല്യൂഷൻ, പിന്നെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കമ്പോണൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഹൈറാർക്കിയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫിക്സഡ് നെറ്റ്വർക്ക് ഹൈറാർക്കി ഉണ്ട്, അതേപോലെ തന്നെ ട്രാഫിക് റൂട്ടിംഗ് ഇൻ വയർലെസ് നെറ്റ്വർക്കിംഗ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസിൽ നോക്കിയാൽ ഞങ്ങൾ സിലബസ് പ്രകാരമാണ് നമ്മളത് ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഫിക്സഡ് നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ഹൈറാർക്കി. സോ എന്താണ് ഫിക്സഡ് നെറ്റ്വർക്ക് ട്രാൻസ്മിഷൻ ഹൈറാർക്കി? സോ വയർലെസ് നെറ്റ്വർക്ക് റിലേ ഹെവിലി ഓൺ ലാൻഡ് ലൈൻ കണക്ഷൻ. വയർലെസ് കണക്ഷൻസ് കൂടുതലും നമ്മുടെ ലാൻഡ് ലൈൻ കണക്ഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ MSC കണക്ട് ടു ദ PSTN and SS7 നെറ്റ്വർക്ക്സ് യൂസിങ് എ ഫൈബർ ഒപ്റ്റിക് കോപ്പർ കേബിൾ ഓർ മൈക്രോവേവ് ലിങ്ക്സ്. ബേസിക്കലി നമ്മുടെ മെയിൻ കമ്പോണൻറ്റ് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററും PSTN-ഉം പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്കും SS7 നെറ്റ്വർക്ക് സിഗ്നലൊക്കെ ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ലാൻഡ് ലൈൻ കണക്ഷൻ എന്ന് വെച്ചാൽ വയേർഡ് കണക്ഷൻ ആയിട്ടാണ് കൂടുതലായിട്ടും ഇൻട്രാക്ഷൻ വരുന്നത്. So base station within a cellular system are connected to the MSC using a line of sight LOS, microwave links or copper or fiber optic cables. അപ്പോൾ ബേസ് സ്റ്റേഷൻ നമ്മുടെ MSC ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മൈക്രോവേവ് ലിങ്ക്സോ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. These connections require a high rate of serial transmission schemes in order to reduce the number of physical circuits between two points of connection. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഈ രണ്ട് ബേസ് സ്റ്റേഷനും MSC തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഹൈ ഡാറ്റ റേറ്റ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ സ്കീംസ് ഒക്കെ വേണം. ഹൈ ഡാറ്റ റേറ്റ്സിൽ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഡാറ്റ കറക്റ്റ് ടൈമിൽ എത്താനും നമ്മൾ വിചാരിച്ച പോലെ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിസിക്കൽ സർക്യൂട്ട് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിന് കൂടുതൽ എണ്ണം റിക്വയർ ഹൈ നമ്പർ ഓഫ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ സർക്യൂട്ട്സ് ഒക്കെ റിക്വയർഡ് ആണ്. സോ സെവറൽ സ്റ്റാൻഡേർഡ് ഡിജിറ്റൽ സിഗ്നൽ ഇൻ DS format form a transmission hierarchy that allows high data rate digital network which carry a large number of voice channels to be interconnected throughout the world. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെവറൽ സ്റ്റാൻഡേർഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിംഗ് ഫോർമാറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിംഗ് ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്മിഷൻ ഹൈറാർക്കി അത് ഒരു ട്രാൻസ്മിഷൻ ഹൈറാർക്കി ഫോം ചെയ്യുന്നതാണ് ഡിജിറ്റൽ സിഗ്നൽ. അതേപോലെ തന്നെ നമുക്ക് ഹൈ ഡാറ്റ റേറ്റ് ഫോർ ഡിജിറ്റൽ നെറ്റ്വർക്ക്സ് ഹൈ ഡാറ്റ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർകണക്റ്റഡ് ത്രൂ ഔട്ട് ദി വേൾഡ്, എല്ലാ വേൾഡിലും ഇൻ്റർകണക്റ്റഡ് ആയിട്ടിരിക്കുകയെന്നാണ് ഇത്. സോ ഡിജിറ്റൽ സിഗ്നലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹയർ ട്രാൻസ്മിഷൻ ഹൈറാർക്കി ആൻഡ് ഓൾസോ എ ഹൈ ഡാറ്റ റേറ്റ് ഇൻ ഡിജിറ്റൽ നെറ്റ്വർക്ക്സ്. ഈ ഡിജിറ്റൽ നെറ്റ്വർക്ക്സിലൊക്കെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് വോയിസ് ചാനൽസ് ക്യാരി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഡിജിറ്റൽ നെറ്റ്വർക്ക്സ് ത്രൂ ഔട്ട് വേൾഡ് അത് ഇൻ്റർകണക്റ്റഡ് ആയിരിക്കും. സോ ദീസ് DS ഫോർമാറ്റ് digital signal format uses time division multiplex in TDM, and the most basic DS format in the US is called DS0, which represent one duplex voice channel which is digitized into 64 KB per second binary PCM format. അപ്പോൾ ഡിജിറ്റൽ സിഗ്നൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്ന ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സ് ആണ്. അതേപോലെ തന്നെ ബേസിക് ആയിട്ട് മോസ്റ്റ് ബേസിക് DS ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ DS0 ആണ്, വിച്ച് റെപ്രസെൻറ്റ് വൺ ഡ്യൂപ്ലെക്സ് വോയിസ് ചാനൽ. The next DS format is DS1, which represent 24 full duplex DS0 voice channels that are time division multiplexed into 1.544 MB per second data streams. അപ്പോൾ DS1 എന്ന് പറഞ്ഞാൽ 24 ഫുൾ ഡ്യൂപ്ലെക്സ് DS0 ആണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് DS ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ DS1ഉം DS0 ആണ് ബേസിക്കായിട്ട് DS ഫോർമാറ്റ്സ് ഉള്ളത്. Related to digital transmission hierarchy is the TN designation, which is used to denote the transmission line capability for a particular DS format.
So T എന്ന് പറഞ്ഞാൽ T bar എന്ന് പറയുന്നത് it is used to denote the transmission line capability for a particular DS format. So DS1 signaling format is used for a T1 trunk, which is a popular point-to-point network signaling. So DS1 signaling used for a T1 trunk, which is a popular point-to-point network signaling format used to connect a base station to the MSC. അപ്പോൾ DS1 signaling യൂസ് ചെയ്യുന്നത് point-to-point network signaling ഫോർമാറ്റിൽ ആണ് യൂസ് ടു കണക്ട് ബേസ് സ്റ്റേഷൻ ടു MSC. ബേസ് സ്റ്റേഷൻ MSC നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ T1 trunk digitize and distribute the 24 voice channels onto simple 4-wire full duplex circuit. അപ്പോൾ ഈ T1 trunk എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈൻസിന് നമ്മൾ digitize ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് 24 voice channels onto a simple 4-wire duplex circuit ആയിട്ട് മാറ്റും. In Europe, CEPT, Conference European Post-Date Telecommunication, has defined a similar digital hierarchy. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മാത്രമേ ഡിജിറ്റൽ ഹൈറാർക്കി സിഗ്നൽ ലെവൽ ഡിജിറ്റൽ ബിറ്റ് റേറ്റ് ഈക്വൽ ആൻഡ് വോയിസ് സർക്യൂട്ട് കെയർ സിസ്റ്റം. സോ ഇതിനകത്ത് DS0 64 kbps, DS1 1.544 MB/s, 24 ഇക്വാലന്റ് സർക്യൂട്ട് ഉണ്ട്. DS1 DS0 എന്ന് പറഞ്ഞാൽ 1 ഇക്വാലന്റ് സർക്യൂട്ട്. ഇങ്ങനെ കുറച്ച് കാര്യം ഫിഗറിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എക്സാമിന് വല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ബേസിക്കായിട്ട് എന്താണ് ട്രാൻസ്മിഷൻ ഹൈറാർക്കി, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നലിംഗ് ഫോർമാറ്റ്സ് അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നുള്ളത്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെവൽ 0 റെപ്രസെൻറ്റ് എ ഡ്യൂപ്ലെക്സ് 64 kbps വോയിസ് ചാനൽ, വേറാസ് ലെവൽ 1 കോൺസെൻട്രേറ്റ് 30 ചാനൽസ് ഇൻറ്റു 2.048 MB/s ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സ് ഡാറ്റ സ്ട്രീം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ട. ഇപ്പോൾ ലെവൽ 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 64 ഡ്യൂപ്ലെക്സ് 64 kbps വോയിസ് ചാനലാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 30 ചാനൽസ് ഇൻറ്റു എ 2.048 MB/s TDM, time division multiplexing data stream. Most of the world PTT have been adopted European hierarchy. അപ്പോൾ യൂറോപ്യൻ ഹൈറാർക്കി ആണ് കൂടുതലും വേൾഡിൽ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടേബിൾ ഇല്ലുസ്ട്രേറ്റ് ഡിജിറ്റൽ ഹൈറാർക്കി ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. അപ്പോൾ നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലെയും ഡിജിറ്റൽ ഹൈറാർക്കിയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ടേബിളിൽ കാണിക്കുന്നത്. ഇപ്പോൾ ടിപ്പിക്കലി കോയാക്സിൽ ഓർ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഓർ വൈഡ് ബാൻഡ് മൈക്രോവേവ് ലിങ്ക്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ റേറ്റ്സ് in exceeds of 10 MB/s, whereas inexpensive wire twisted pair or axial cable may be used for slower data transfer. But basically coaxial cable അല്ലെങ്കിൽ fiber optic cables ആണ് wide band microwave links are used to transmit data rate. 10 MB/s മുകളിലുള്ള ഡാറ്റ സെൻഡ് ചെയ്യാനൊക്കെയാണെങ്കിൽ നമ്മൾ കോയാക്സിയലോ അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സോ അല്ലെങ്കിൽ വൈഡ് ബാൻഡ് മൈക്രോവേവ് ലിങ്ക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ല നമ്മുടെ ഡാറ്റ റേറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ട്വിസ്റ്റഡ് പെയർ കേബിൾ അല്ലെങ്കിൽ ഒരു കോയാക്സിയൽ കേബിളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. So when connecting base station to a MSC or distributing trunk to voice channel throughout a wireless network, T1, DS1 or level 1 links are most commonly used and utilize common twisted pair wiring. കോമൺലി നമ്മൾ ബേസ് സ്റ്റേഷനും MSC ആയിട്ട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ട്രങ്ക് വോയിസ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ട്വിസ്റ്റഡ് പെയർ വയറിംഗ് ആണ്. സോ DS3 and higher rate circuits are used to connect MSC and COs to the PSTN. അപ്പോൾ DS3യും അതിന് മുകളിലുള്ള സർക്യൂട്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നത് MSCയും PSTN തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ്. അടുത്ത നമ്മൾ നെറ്റ്വർക്കിന് ട്രാഫിക് റൂട്ടിംഗ് ഇൻ വയർലെസ് നെറ്റ്വർക്ക്. സോ എങ്ങനെയാണ് ട്രാഫിക് റൂട്ട് ചെയ്യുന്നത് വയർലെസ് നെറ്റ്വർക്കിൽ? ദ എമൗണ്ട് ഓഫ് ട്രാഫിക് capacity, the amount of traffic capacity required in a wireless network is highly dependent upon the type of traffic carried. അപ്പോൾ ഏത് ടൈപ്പ് ട്രാഫിക്കാണ് നമ്മുടെ ക്യാരി ചെയ്ത് പോകുന്നത്, അതിനനുസരിച്ച് വയർലെസ് നെറ്റ്വർക്കിലൂടെ ക്യാരി ചെയ്ത് പോകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ട്രാഫിക്കിൽ എമൗണ്ട് ഓഫ് ട്രാഫിക് കപ്പാസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So for example, a subscriber telephone called voice traffic require dedicated network access to provide real-time communication, whereas control and signaling traffic may be burst in nature and may be able to share network resources with other burst users. അപ്പോൾ നമ്മൾ ടെലിഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കോളിന് വേണ്ടി തന്നെ കോൾ ചെയ്യാനുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തന്നെ സ്പെസിഫിക് ചാനൽ അല്ലെങ്കിൽ സ്പെസിഫിക് ട്രാഫിക് ഒക്കെ വേണ്ടി വരും. സോ ആ കേസിൽ
നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചാനൽ വേണം. അതുപോലെ തന്നെ സിഗ്നലിങ്ങോ കൺട്രോളിങ്ങോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളത് വേണം. നമുക്ക് റിസോഴ്സിന് നെറ്റ്വർക്ക് റിസോഴ്സിന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതർ നെറ്റ്വർക്ക് റിസോഴ്സിന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. So alternatively, some traffic may have an urgent delivery schedule while some may have no need to be sent in real time. ഇപ്പോൾ റിയൽ ടൈമിൽ നമുക്ക് വോയിസിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചാനൽ വേണ്ടി വരും. അതേപോലെ തന്നെ ഡാറ്റ റേറ്റും വേണ്ടി വരും, ഹൈ ഡാറ്റ റേറ്റും വേണ്ടി വരും. പക്ഷേ ചില കേസിൽ നമുക്ക് ഈ റിയൽ ടൈമിൽ നമുക്ക് ഈ ഒരു അർജൻസി ട്രാഫിക് മേ ഹാവ് നോ അർജൻറ്റ് ഇൻ ഡെലിവറി. സോ നമുക്ക് അർജൻസി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിയൽ ടൈമിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. So the type of traffic carried by a network determines the routing service protocol and call handling technique which must be employed. അപ്പോൾ ഏത് തരത്തിലുള്ള ട്രാഫിക് ആണ് പോകുന്നത് അതിനനുസരിച്ചാണ് റൂട്ടിംഗ് സർവീസും പ്രോട്ടോകോൾസും കോൾ ഹാൻഡ്ലിംഗ് ടെക്നിക്സും ഒക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. Two general routing services are provided by network. These are connection oriented service, virtual circuit routing and connectionless service, datagram services. അപ്പോൾ 2 types ആണ് നമുക്ക് ബേസിക് ആയിട്ടുള്ളത്. കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസും കണക്ഷൻലെസ് സർവീസും. സോ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്ന് പറഞ്ഞാൽ വിർച്വൽ സർക്യൂട്ട് റൂട്ടിംഗ് ആണ്. കണക്ഷൻലെസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാഗ്രാം സർവീസസ് ആണ്. സോ ഇൻ കണക്ഷൻ ഓറിയൻറ്റഡ് റൂട്ടിംഗ്, the communication path between the message source and destination is fixed for the entire duration of the message, and a call setup procedure is required to dedicate network resources to both the called and calling parties. നമ്മുടെ കണക്ഷൻ ഓറിയൻറ്റഡ് റൂട്ടിംഗ് എൻ്റയർ ടൈമിൽ സോഴ്സും ഡെസ്റ്റിനേഷനും ഫിക്സഡ് ഫോർ ദ എൻ്റയർ ഡ്യൂറേഷൻ ആണ്. സോഴ്സും ഡെസ്റ്റിനേഷനും അവിടെ ഫിക്സ്ഡ് ആണ്. അതേപോലെ തന്നെ കോൾ സെറ്റപ്പ് പ്രൊസീജിയർ ഈസ് റിക്വയർഡ് ഡെഡിക്കേറ്റഡ് നെറ്റ്വർക്ക് റിസോഴ്സ് ടു ബോത്ത് കോൾഡ് ആൻഡ് കോളിംഗ് പാർട്ടീസ്. ആരാണോ വിളിച്ചത് ആരാണോ എടുക്കുന്നത് വെച്ചാൽ റിസീവറിനും സെൻഡറിനും ഡെഡിക്കേറ്റഡ് നെറ്റ്വർക്ക് റിസോഴ്സസ് വേണം. അതാണ് കണക്ഷൻ ഓറിയൻറ്റഡ് റൂട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻസ് ദ പാത്ത് ത്രൂ ദ network is fixed, the traffic in connection oriented routing arrives at the receiver in the exact order it is transmitted. അപ്പോൾ പാത്ത് ഫിക്സ്ഡ് ആയതുകൊണ്ട് ആ കണക്ഷൻ ഫിക്സ്ഡ് ആണ്. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് റിസോഴ്സസും അതിന് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണോ സെൻഡർ അയക്കുന്നത് അത് അതുപോലെ തന്നെ റിസീവറിൽ എത്തും. സോ ഇൻ വിച്ച് ഓർഡർ ഇറ്റ് ഈസ് സെൻഡ് ദാറ്റ് it will receive in the receiver itself. So a connection oriented service relies heavily on error control coding to provide data protection in case of network connection become noise. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നെറ്റ്വർക്ക് കണക്ഷൻ നോയ്സി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് എറർ കൺട്രോൾ കോഡിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ടും റിലേ ചെയ്യുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് സർക്യൂട്ടിനകത്ത്. അടുത്ത തന്നെ ഇഫ് കോഡിംഗ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു പ്രൊട്ടക്ട് ദ ട്രാഫിക്, then the call is broken. The entire message must be retransmitted from the beginning. So the connectionless routing, on the other hand, does not establish a firm connection for the traffic and instead relies on packet based transmission. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇഫ് ദ എറർ കൺട്രോളിങ് കോഡിങ് സഫിഷ്യൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ടു പ്രൊട്ടക്ട് ട്രാഫിക് പ്രൊട്ടക്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ എറർ കൺട്രോളിങ് കോഡിങ് സഫിഷ്യൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് എ കോൾ ബ്രോക്കൺ, ആ കോൾ ബ്രോക്കൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ കോൾ ഇടയ്ക്ക് കട്ടായി പോവുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ ദ എൻ്റയർ മെസ്സേജ് മസ്റ്റ് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോളിനുള്ള അല്ലെങ്കിൽ സർക്യൂട്ടിനുള്ള ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ കണക്ഷൻലെസ് റൂട്ടിംഗ് ആണെങ്കിൽ ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് എ ഫേം കണക്ഷൻ ടു ദ ട്രാഫിക് ആൻഡ് ഇൻസ്റ്റന്റ് റിലൈസ് ഓൺ പാക്കറ്റ് ബേസ്ഡ് ട്രാൻസ്മിഷൻ. അത് റിലേ ചെയ്യുന്നത് പാക്കറ്റ് ബേസ്ഡ് ട്രാൻസ്മിഷനെയാണ്. സോ സെവറൽ പാക്കേജസ് ഫോം എ മെസ്സേജ് ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ പാക്കറ്റ് ഈസ് എ കണക്ഷൻലെസ് സർവീസ് ഈസ് റൂട്ടഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഓരോ പാക്കറ്റായിട്ടാണ് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അതും കണക്ഷൻലെസ്, ഒന്നും തമ്മിലൊരു കണക്ഷനും ഇല്ല. റൂട്ടഡ്, അത് സെൻഡ് ചെയ്യുന്നത് സെപ്പറേറ്റ്ലി ആണ്. സക്സീവ് പാക്കറ്റ്സ് വിത്തിൻ ദ സെയിം മെസ്സേജ് മൈ ട്രാവൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റൂട്ട്സ് ആൻഡ് എൻകൗണ്ടർഡ് വൈഡ്ലി വാരിയിങ് ഡിലേസ് ത്രൂ ഔട്ട് ദ നെറ്റ്വർക്ക്. സോ സക്സസീവ് ആയിട്ട് നമ്മൾ പാക്കറ്റ്സ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇത് ഡിഫറെൻറ്റ് റൂട്ടിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈമിലാണിത് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്നതും. അപ്പോൾ വാരിയസ് ഡിലേസ് ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ, അപ്പോൾ അത് എത്താനുള്ള ഡിലേ ഉണ്ടാവും. സോ പാക്കറ്റ് സെൻഡ് യൂസിങ് കണക്ഷൻലെസ് റൂട്ടിംഗ് ഡു നോട്ട് നെസസറിലി അറൈവ് ഇൻ ഓർഡർ ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് മസ്റ്റ് ബി റീഓർഡർഡ് അറ്റ് ദ റിസീവർ. അപ്പോൾ നമ്മൾ അയക്കുന്ന സമയത്ത് ഈ പാക്കറ്റ്സ് എല്ലാം ഓർഡറിലല്ല പോകുന്നത്, അത് ഡിസോർഡർ ആയിട്ടാണ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി ഇൻ ഓർഡർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് റിസീവർ എത്തുന്ന സമയത്ത് അത് റീഓർഡർ ചെയ്യും, എന്നിട്ടാണ് അത് ബാക്കി അവിടുന്ന് പ്രോസസ്സ് ചെയ്യുന്നത്. So because of the packet take different routes in a connectionless service, some packets may be lost due to network or link failure. However, others may get through the sufficient redundancy to enable
the entire message to be recreated at the receiver. അപ്പോൾ പാക്കറ്റ് അയക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ലോസ് ആവാനോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫെയിലിയർ കൊണ്ട് അത് കറപ്റ്റഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ അയക്കുന്ന ബാക്കിയുള്ള മെസ്സേജസ് ഡെസ്റ്റിനേഷനിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ റിസീവറിൽ കറക്റ്റായിട്ട് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. Thus the connectional routing avoids having to retransmit an entire message but require more overhead information for each packet. കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ കണക്ഷൻലെസ് റൂട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് എൻ്റയർ മെസ്സേജ് റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ അതിന് ഒരു കുറേ ഓവർഹെഡ് ഇൻഫർമേഷൻസ് ഈ ഓരോ പാക്കറ്റിനും നമ്മൾ ഓവർഹെഡ് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. So a typical packet overhead information includes a packet source address, destination address and routing information and information needed to be properly ordered packet at the receiver. അപ്പോൾ ടിപ്പിക്കൽ ഓവർഹെഡ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ സോഴ്സ് അഡ്രസ്സ് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും, അതേപോലെ റൂട്ടിംഗ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. സോ അത് ബേസിക്കായിട്ട് വേണം. അതേപോലെ തന്നെ പ്രോപ്പർലി ഓർഡർഡ് പാക്കറ്റ്സ് എന്ന് വെച്ചാൽ റിസീവറിൽ ഇത് പ്രോപ്പർലി ഓർഡർ ആയിട്ട് മാറ്റുകയും വേണം. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. So in connectionless service, a call setup procedure is not required at the beginning of a call and each message bus is treated independently by the network. ഇപ്പോൾ കണക്ഷണൽ നെറ്റ്വർക്കിൽ ഒരു കോൾ സെറ്റപ്പ് പ്രൊസീജിയറിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഓരോ മെസ്സേജും ഇൻഡിപെൻഡൻ്റ്ലിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ 2 ടോപ്പിക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കിത് എക്സാമിന് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തെന്ന് വെച്ചാൽ അത് അതുപോലെ യൂസ് ചെയ്യുമെന്നാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. ബൈ.